രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ ജമ്മുവിലെ ബസ് സ്റ്റാൻഡിലുണ്ടായ ഭീകരാക്രമണം നടത്തിയത് 9ാം ക്ലാസ്സുകാരൻ. ഗ്രനേഡ് ഭക്ഷണത്തിൽ പൊതിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് കാറിലെത്തിയ കുട്ടി ബസ്സിൽ ഭക്ഷണപാത്രം വെച്ച് തിരികെ വരികയായിരുന്നു. ഇയാൾ കാറിലാണ് എത്തിയതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇയാളാണ് ബോംബ് നിർമ്മിച്ചതെന്ന് തെളിഞ്ഞത്. യൂട്യൂബിൽ നിന്നാണ് ഗ്രനേഡ് നിർമ്മിക്കാനും ഉപയോഗിക്കാനും പഠിച്ചത്. ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹിദീനാണ് ആക്രമണത്തിന് പിന്നിലെന്നും സംഘടനയുടെ നേതാവാണ് കുട്ടിയെ ആക്രമണത്തിന് നിയോഗിച്ചതെന്നും ജമ്മു കാശ്മീർ IG വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾക്ക് ഹിസ്ബുൾ മുജാഹിദീനുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായും ജമ്മുവിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും പോലീസ് അറിയിച്ചു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ഇന്നലെ മരിച്ചിരുന്നു. സംഭവത്തിൽ 32 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ജമ്മു നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള തിരക്കേറിയ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. പുൽവാമ ഭീകരാക്രമണം നടന്ന് 3 ആഴ്ച പിന്നിടുമ്പോഴാണ് കാശ്മീർ മറ്റൊരു ഭീകരാക്രമണത്തിന് വീണ്ടും സാക്ഷിയാകുന്നത്. ജമ്മു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ ഇപ്പോൾ തദ്ദേശവാസികളെ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും നിഗൂഢമായി നടത്തിവരുന്ന ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ഫലപ്രദമായ നടപടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. തദ്ദേശീയരായ കുട്ടികളെ ഭീകര പ്രവർത്തനങ്ങൾക്ക് മറയാക്കുമ്പോൾ യഥാർത്ഥ ആസൂത്രണക്കാരെ കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു. കാശ്മീർ താഴ്വരയിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഒരു നിത്യസംഭവമായി മാറുകയാണെന്നും ചൂണ്ടിക്കാട്ടുന്നു.